കഞ്ഞിക്കുഴിയിലെ കർഷകർക്കൊപ്പം കാർഷിക യാത്രയുമായി മന്ത്രി പി പ്രസാദ്. എല്ലാ വിളകളും ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയായി കഞ്ഞിക്കുഴിയെ മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. കഞ്ഞിക്കുഴിയിലെ കർഷകർക്കൊപ്പം ഇടുക്കി ജില്ലയിലെ കുളമാവിലും വാഴത്തോപ്പ് പഞ്ചായത്തിലും കാർഷിക സന്ദർശനത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ കഞ്ഞിക്കുഴി പച്ചക്കറി ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യാത്രയിലാണ് മന്ത്രി പി പ്രസാദ് ആദ്യാവസാനം വരെ പങ്കെടുത്തത്. കഴിഞ്ഞ 5 വർഷമായി കഞ്ഞിക്കുഴിയിലെ കർഷകർ അല്ലെങ്കിൽ അവിടുത്തെ കൃഷികൾ ഞാനും കൂടി കൃത്യമായി എന്നവണ്ണം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൃഷി രീതികളും കർഷകരുമെല്ലാം തന്നെയാണ്. 5 വർഷവും കഞ്ഞിക്കുഴിയിലെ കൃഷിക്കൊപ്പമാണ് ഞാനും നിലയുറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കഞ്ഞിക്കുഴിയുടെ കൃഷി രീതികൾ എൻ്റെയും കൂടി കൃഷി രീതികളായി മാറുന്ന അനുഭവം തന്നെ ഉണ്ടായി. ഇപ്പോൾ ഞങ്ങൾ കൃഷി കാര്യങ്ങളുടെ ഒരു പഠനം എന്നുള്ള തരത്തിലേക്കാണ് ഇടുക്കി ജില്ലയിലേക്ക് എത്തിയത്. സാധാരണഗതിയിൽ ഇടുക്കി ഒരു ഹൈ റേഞ്ച് മേഖലയാണ്. കഞ്ഞിക്കുഴി നമ്മുടെ തീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരിടമാണ്. എന്നാൽ അവിടെ നമ്മൾ ചെയ്യുന്ന ചില കൃഷി കാര്യങ്ങൾക്കകത്ത് ഇവരുടെ കൂടി ഉപദേശം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് കർഷകനിൽ നിന്ന് പഠിക്കുക എന്ന അടിസ്ഥാനത്തിൽ ഇത്തരമൊരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്തത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയായിരുന്നു. കൃഷി വകുപ്പുമായി ചേർന്ന് ആസൂത്രണം ചെയ്ത പരിപാടിയായിരുന്നു ഇത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലയിലെ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മാതൃകാ കർഷകൻ്റെ കൃഷിയിടത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഒരു നല്ല കൃഷി അനുഭവമാണ് അതെല്ലാം. ഇപ്പോൾ തന്നെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന കുരുമുളക് പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വലിയ പ്രയോജനമായിരുന്നു ശ്രീ അഗസ്റ്റിൻ്റെ അനുഭവങ്ങൾ. ഇവിടുത്തെ കൃഷിയിടങ്ങൾ നേരിട്ട് കണ്ടപ്പോഴായിരുന്നു. അപ്പോൾ ഏത് ഇനമായിരിക്കും ഏറ്റവും നല്ലത്, എങ്ങനെയായിരിക്കും അതെല്ലാം കൃഷി ചെയ്യേണ്ടത്, മെച്ചപ്പെട്ട വിളവ് കിട്ടാൻ ഉപകരിക്കുന്നത് എങ്ങനെയാണ് ഈ കുരുമുളക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിനകത്ത് വലിയ മാറ്റങ്ങൾ അനിവാര്യമാണെന്നെല്ലാം ഇവിടെ ഇരിക്കുന്ന കർഷകർക്കടക്കമുള്ള എല്ലാവർക്കും അത് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തി. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കർഷകനിൽ നിന്ന് പഠിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറെ അഭിമാനം തോന്നി. കാരണം അദ്ദേഹത്തിന് എൻ്റെ കൃഷിസ്ഥലം സന്ദർശിക്കാനുള്ള ആ സുമനസ് ഉണ്ടായതിൽ ഞാൻ മന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഈ കർഷക കൂട്ടായ്മയെ പറ്റി ഏറെ പത്രത്തിൽ വായിച്ച് കേൾക്കുകയും നമ്മൾ വളരെയധികം അറിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഈ എൻ്റെ കൃഷി സ്ഥലം കാണാൻ വന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. അവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കഞ്ഞിക്കുഴി കൃഷിഭവനും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് 16-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന കഞ്ഞിക്കുഴി എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിലെ കർഷകർക്കായി കൃഷി പഠന യാത്ര ഒരുക്കിയത്. ടീം കഞ്ഞിക്കുഴിയോടൊപ്പം കൃഷി പഠന യാത്രയിൽ ബസ്സിൽ കൃഷിമന്ത്രി കർഷകരോടൊപ്പം പൂർണ്ണസമയം പങ്കെടുത്തത് വേറിട്ട അനുഭവമായി മാറി. കഞ്ഞിക്കുഴിയിൽ നിന്ന് പുറപ്പെട്ട സംഘം ഇടുക്കിയുടെ സുഗന്ധവിളകൾ കൃഷി ചെയ്യുന്ന മാതൃകാ കൃഷിത്തോട്ടം സന്ദർശിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ കൂനമാവ് അഗസ്റ്റിനും കുടുംബവും നടത്തുന്ന പഴവർഗ്ഗങ്ങളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും കൃഷിയിടത്തിലും ഏറെ സമയം ചിലവഴിച്ചു. കഞ്ഞിക്കുഴിയുടെ ചൊരിമണലിൽ വിജയകരമായി കുരുമുളക് കൃഷി ചെയ്യാൻ കഴിയുന്ന രീതി കർഷകൻ അഗസ്റ്റിൻ വിശദമായി അവതരിപ്പിച്ചു. കൂളമാവിൽ പ്രവർത്തിക്കുന്ന കപ്പൂച്ചിൻ ആശ്രമത്തിലെ വൈദികൻ ഫാദർ ഡോക്ടർ ജിജോ കുര്യന്റെ നേതൃത്വത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭൂമിശാസ്ത്രവും കൃഷി സംസ്കൃതിയും ആഴത്തിൽ പഠിപ്പിക്കുന്ന ഗൈഡഡ് ടൂർ സംഘവും പഠനയാത്രയിൽ പങ്കാളികളായി.